ദേശീയപാത ഉദ്ഘാടനം ഉൾപ്പെടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തുവരുന്നത്. കാരണം ക്രമപ്രകാരമല്ല ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതെന്നും ഇന്നലെ വൈകി മാത്രമാണ് ക്ഷണം വന്നതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിട്ടും പൊതുമരാമത്ത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വലിയൊരു പരാതിയും സർക്കാരിനുണ്ട്. അതിൽ അതൃപ്തിയും സർക്കാർ പ്രകടിപ്പിക്കുകയാണ്. മന്ത്രിമാരായ എം ബി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും അടക്കമുള്ള മന്ത്രിസഭയിലെ ആരും പങ്കെടുക്കില്ല എന്നുള്ളത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പുതിയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസ് സംസാരിച്ചിരുന്നു. മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലേക്ക്. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം, യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH 66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. എക്സ് ഓർ വൈ ആര് വേണമെങ്കിലും വകുപ്പ് മന്ത്രിയാവാം. മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമാണ്. ഇവിടെ തന്നെ ഞാൻ ഈ വകുപ്പിന്റെ ചുമതല എടുത്തതിന് ശേഷം എത്ര ദേശീയപാത പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടായല്ലോ. അപ്പോൾ എന്തിനു ഒഴിവാക്കി? അത് ശരിയാണോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിന്റെ പരിപാടി വിളിച്ചു. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കണ്ടേ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കണ്ടേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ വിളിക്കണ്ടേ? പേര് വേണ്ട, വിളിക്കാം. അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാൻ. അരുണ, ഇതിപ്പോൾ സർക്കാരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ഒരു പുതിയ പോർമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും ഒക്കെ ദേശീയപാത അധികൃതർക്കുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവഗണിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. എന്താണ് സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി സന്ദർശനം, അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹം NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഒപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം, കേന്ദ്ര സംസ്ഥാനവുമായി ഒരുമിച്ച് ചെയ്യുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. വികസിത കേരളം വികസിത ഭാരതം എന്ന തലക്കെട്ടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ന് വലിയൊരു പരസ്യം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കേരളത്തിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളെന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് NH 65 തലപ്പാടി ചെങ്കള വെങ്ങളം രാമനാട്ടുകര 6 വരി പാതയുടെ ഉദ്ഘാടനമുണ്ട്. അതുപോലെ തന്നെ PMSGY റോഡുകൾ 101 കിലോമീറ്റർ കേരളത്തിൽ പൂർത്തി, അതിന്റെ ഉദ്ഘാടനമുണ്ട്. 3 അമൃത് സ്റ്റേഷനുകളുടെ നവീകരണം, പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികളാണ് ഉദ്ഘാടനം. അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് സമയം വൈകിയും ക്രമപ്രകാരവുമല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ നോട്ടീസിലൊക്കെ ഉള്ള പേരുള്ളത് ഗവർണറും മുഖ്യമന്ത്രിയും ആ പേരുണ്ട്. പിന്നെ നിതിൻ ഗഡ്കരി അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാരുണ്ട്. സംസ്ഥാനത്ത് നിന്ന് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മന്ത്രി MB രാജേഷിനുമാണ്. പക്ഷേ രണ്ടുപേരും പങ്കെടുക്കുന്നതിനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്നുണ്ട്. 2 മന്ത്രിമാരും പങ്കെടുക്കുന്നതിന് ഉറപ്പാണ്. സാധാരണ നിലയിൽ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും അടക്കമുള്ള VVIPകൾ വരുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കാനുണ്ടാകണം. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്ന മന്ത്രിസഭയിലെ മുതിർന്ന ഒരു അംഗം ആണ് മിനിസ്റ്റർ ഡെസിഗ്നേറ്റായി ഒപ്പം പോകേണ്ടത്. ഇന്ന് ക്യാബിനറ്റ് നിശ്ചയിച്ചത് അത് MB രാജേഷിനെയാണ്. പക്ഷേ അദ്ദേഹം ഇത്തവണ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണുള്ളതെന്ന് അറിയുന്നു. ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് ഏത് മന്ത്രിയാണ് പങ്കെടുക്കുന്നത്. പക്ഷേ P രാജീവ് പങ്കെടുത്തേക്കും. അത് പ്രോട്ടോകോൾ പ്രകാരം അത്തരത്തിലൊരു മന്ത്രി എപ്പോഴും പ്രധാനമന്ത്രി പരിപാടി കൂടെ വേണം. രാഷ്ട്രീയ പരിപാടികൾ അദ്ദേഹം ഒപ്പം ഉണ്ടാകില്ല. ബാക്കി എല്ലാ പരിപാടികളിലും സ്വീകരിക്കാനും യാത്ര അയക്കാനും ഒക്കെ ഉണ്ടാകണമെന്ന് നിബന്ധനയുണ്ട്. അതിന്റെ ഭാഗമായാണ് MB രാജേഷിന്റെ പേര് നോട്ടീസിൽ വച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ കഴിഞ്ഞ മാസം BJPയുടെ കോർപ്പറേഷൻ തലസ്ഥാനത്ത് വന്നതിനകത്തുനിന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയുണ്ട്. അന്ന്
മന്ത്രി എം പി രാജേഷിന് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് അപമാനം നേരിട്ടു എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിച്ചു. അദ്ദേഹം അത് അഭിമാനിതനായി എന്ന വികാരം കാരണം ആ പരിപാടി ബഹിഷ്കരിച്ച് പോകാൻ ആദ്യം തീരുമാനമെടുത്തു. കാറിൽ വന്ന് അദ്ദേഹത്തെ പിന്നെ വീണ്ടും നിർബന്ധിച്ച് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എം പി രാജേഷ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. എം പി രാജേഷിന് പകരം ഏതെങ്കിലും മന്ത്രി ഇനി ചുമതലപ്പെടുത്തുന്ന കാര്യം വ്യക്തതയില്ല. എറണാകുളത്തുള്ള മന്ത്രി പി രാജീവാണ്. സ്വാഭാവികം അദ്ദേഹം ഈ മിനിസ്റ്റർ ഡെസിഗ്നേറ്റായി മിനിസ്റ്റർ വെയിറ്റിംഗ് ആയി പങ്കെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതും വലിയ പ്രോട്ടോകോൾ ലംഘനമെന്ന വിവാദത്തിലേക്ക് മാറും. ഏതായാലും പ്രധാനമന്ത്രി പറയും ഇപ്പോൾ തന്നെ വിവാദമായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ക്രമപ്രകാരം ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചിട്ടുമില്ല. മറ്റു മന്ത്രിമാർ പങ്കെടുക്കുന്നുമില്ല. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി കൊച്ചിയിലാണ്. ഇന്ന് NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കലൂരിൽ റോഡ് ഷോ ഉണ്ട്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനവുമുണ്ട്. അവിടെയാണ് മോദി